എല്ലാവർക്കും മഹാലക്ഷ്മി ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവുമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം. എല്ലാ ദിവസവും ശിവപൂജയും വിഷ്ണുപൂജയും നാഗപൂജയും കുബേരപൂജയും എല്ലാം ഉണ്ട്, ലക്ഷ്മി പൂജയും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിലിടൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. ഓരോ ദിവസം ഓരോ ഭാഗ്യവാന്മാർക്ക് ലോട്ടറി അടിക്കുന്നുണ്ട്, വസ്തു ലഭിക്കുന്നുണ്ട്, വീട് ലഭിക്കുന്നുണ്ട്, എല്ലാം ജപിക്കുന്നുണ്ട്, കല്യാണം നടക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നാരായണീൻ്റെ ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം നിങ്ങൾക്ക് എപ്പോഴും കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ നാളത്തെ പ്രത്യേകത 2025 ജൂലൈ 29 നാഗപഞ്ചമിയാണ്. നാഗപഞ്ചമിക്ക് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറാൻ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണ് നാഗപഞ്ചമി. ഈ ദിവസം നിങ്ങൾ നാഗങ്ങൾക്ക് വേണ്ടവിധ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഐശ്വര്യമുണ്ടാകും. നാളെ നമ്മൾ നാഗപഞ്ചമി പൂജ ചെയ്യും. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിലിടാൻ പ്രത്യേകം മറക്കരുത്. നാഗപഞ്ചമിക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ക്ഷേത്രങ്ങളിൽ കൊണ്ട് പാല് കൊടുക്കുക. പാല് കൊടുക്കുന്നതും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, ഈ രണ്ട് കാര്യങ്ങൾ മറക്കുകയും ചെയ്യരുത്. നാളെ 5 തിരിയിട്ട് നിങ്ങൾ തീർച്ചയായും രാവിലെ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നാഗരാജാവും നാഗയക്ഷിയും നിങ്ങൾക്ക് തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എല്ലാം ഈശ്വരൻ്റെ മായയാണ്. അതുകൊണ്ട് തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കാനും മറക്കരുത്. എല്ലാവരും തീർച്ചയായും നാഗരാജാവിനെ നമസ്കരിക്കണം. എല്ലാവരും തീർച്ചയായും നാഗരാജാവ് സ്തുതികൾ എല്ലാവരും ജപിക്കണം. നാഗരാജാവ് സ്തോത്രങ്ങളെല്ലാം, അഷ്ടോത്തരം, ശതനാമകവലി എല്ലാം നമുക്ക് ജപിക്കാം. ഭഗവാനെ ജപിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയവും. നിങ്ങളുടെ ഇതുവരെയുള്ള എന്ത് ആഗ്രഹമുണ്ടെങ്കിലും തടസ്സങ്ങൾ മാറ്റാൻ തീർച്ചയായും ഈ നാഗപഞ്ചമിക്ക് കഴിയുമെന്നുള്ളതാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ഈ നാഗപഞ്ചമിയുള്ളൂ. ഈ ദിവസം എല്ലാവിധ നിങ്ങളുടെ തടസ്സങ്ങളും മാറ്റാൻ പറ്റിയൊരു ദിവസമാണ്. ഈ ദിവസം നിങ്ങൾ തീർച്ചയായും ക്ഷേത്രങ്ങളിൽ ചെന്ന് മഞ്ഞപ്പൊടി കൊടുക്കണം. അതുപോലെ തന്നെ പാല്, ഇത് രണ്ടും കൃത്യമായി കൊടുക്കുകയാണ്. രാവിലെ തന്നെ കൊടുക്കുക, തീർച്ചയായും കൊടുക്കണം. പിന്നെ നിങ്ങളുടെ പേരിൽ ഒരു അർച്ചന കഴിക്കണം. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ചെയ്യണം. അതുപോലെ തന്നെ ഭഗവാന്റെ സ്തുതികൾ, നാഗരാജാവ് സ്തുതികൾ എല്ലാം ജപിക്കാൻ ശ്രമിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അനന്തൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അനന്തനാണ് നാഗങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠനായ. അതുകൊണ്ട് തീർച്ചയായും നാഗരാജാവും നാഗയക്ഷിയും നിങ്ങളെ പ്രീതിപ്പെടുത്തും. വെട്ടിക്കോട്ട് പോകാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ദിവസമാണ് നാളെ. മണ്ണാറശാലയിൽ പോയാലും ഏറ്റവും ശ്രേഷ്ഠകരമാണ്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഐശ്വര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ, നാഗരാജ ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും നാളത്തെ ദിവസം പോകണം. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ പേരിൽ ഒരു അർച്ചന കഴിക്കണം. അർച്ചന കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും. ആയില്യം നാളിലുള്ള വ്യക്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവിധ ഐശ്വര്യങ്ങളും നാളെ നിങ്ങൾക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ നാളത്തെ നാഗപൂജയിൽ തീർച്ചയായും ഭാഗ്യമുള്ള കുറേ നാളുകളുണ്ട്. അതിൽ പ്രധാനമായി വരുന്നത് അശ്വതി നാളാണ്. അശ്വതിക്ക് എല്ലാം കൊണ്ടും നാളെ നാഗപഞ്ചമിയുടെ അനുഗ്രഹം കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഭരണി നാളുകാർക്കും അവർക്കും നാളെ നാഗപഞ്ചമിയുടെ ഐശ്വര്യം കിട്ടും. അതുപോലെ തന്നെ കാർത്തിക നാളുകാർക്ക് അവർക്കും ഐശ്വര്യം കിട്ടും. രോഹിണി, മകയിരം, തിരുവാതിര ഈ നാളുകാർക്കും നാളത്തെ നാഗപഞ്ചമിയിൽ എല്ലാവിധ ധനത്തിൻ്റെ ആഗമനമാണ് കാണുന്നത്. അതുപോലെ തന്നെ തിരുവാതിര, പുണർതം, പൂയം ഇവർക്ക് നാളെ വീട് മേടിക്കാനുള്ള യോഗമാണ് കാണുന്നത്. ആയില്യം, മകം, പൂരം എന്നീ നാളുകാർക്ക് പ്രധാനമായും നാളെ നാഗങ്ങളുടെ സമ്പൂർണ്ണ പ്രീതിയാണ്. എല്ലാം അവർക്ക് എത്തിച്ചേരും. വസ്തുവും വീടും വാഹനവും എല്ലാം, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടിയും എല്ലാം ചെയ്യും നാളെ. അതുപോലെ തന്നെ മകം, പൂരം, ഉത്തരം, അത്തം എന്നീ നാളുകാർക്കും നാളെ ഐശ്വര്യമുള്ളൊരു ദിവസമാണ്. പ്രധാനമായും ഐശ്വര്യത്തിൻ്റെ ഒരു ദിവസമാണ് നാളെ. അതുപോലെ തന്നെ പൂരിട്ടാതി, ഉത്തിട്ടാതി, രേവതി എന്നീ നാളുകാർക്കും ഒരു 50% ഐശ്വര്യത്തിൻ്റെ സാധ്യത കാണുന്നു. തീർച്ചയായും ഈ നാളുകാരെല്ലാം ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ നാളെ ആയില്യ പൂജ ചെയ്യണം. ആയില്യ പൂജ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രധാനമായും ആയില്യ പൂജ ചെയ്യില്ലെങ്കിലും മഞ്ഞപ്പൊടി കൊടുക്കുക, കരിക്ക് ഇതൊക്കെ കൊടുക്കാം. പ്രധാനമായും പാലാണ് പ്രധാനം. പാല്, കരിക്ക്, മഞ്ഞപ്പൊടി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നാളെ കൊടുത്തു നോക്കും. നാളെ തന്നെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി, ധനത്തിൻ്റെ തടസ്സങ്ങളും മാറി, എല്ലാവിധ ഐശ്വര്യങ്ങളുമായി നാളെ ഒരു ലോട്ടറിയും കൂടി എടുത്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഈ പറഞ്ഞ നാളുകാർക്കെല്ലാം അടിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള നാളുകാർക്ക് 50% സാധ്യതയുണ്ട്. നാഗപഞ്ചമി ആയതുകൊണ്ടാണ് പ്രധാനമായും ബാക്കിയുള്ള നാളുകാർക്കും സാധ്യതയുണ്ട് 50%. അതുകൊണ്ട് അവരും തീർച്ചയായും പോയി എടുക്കണം. നാളെ തീർച്ചയായും അവർക്കൊരു ഐശ്വര്യം ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നാളെ നാഗപൂജയുണ്ട്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ ഇടാൻ പ്രത്യേകം മറക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ നാളെ നിലവിളക്ക് വൃത്തിയായി കഴുകി വെച്ചതിന് ശേഷം
5 തിരിയിട്ട് കത്തിക്കുക, നെയ്യിലേ കത്തിക്കാവൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ പറഞ്ഞ നാളുകാർക്ക് വരും. അതുപോലെ ബാക്കിയുള്ള നാളുകാർക്ക് 50% സാധ്യതയും നാളെ നാഗപൂജമിക്ക് പഞ്ചമിക്കുണ്ട്. അതുകൊണ്ട് നാഗപൂജ പ്രധാനമാണ് നാളത്തെ പൂജ. ആരും അത് ഉപേക്ഷിക്കരുത്. തീർച്ചയായും വർഷത്തിൽ ഒരു ദിവസം കിട്ടുന്ന പൂജയാണ്. ഈ പൂജയിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി, നാരായണൻ, നാഗരാജാവും നാഗേഷിയുമായി മാറി നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ചൊരിയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങളുടെ ആശങ്കകളെല്ലാം പൂർണ്ണമായും നാളെ മാറും. നാഗരാജാവിൻ്റെ അനുഗ്രഹം നേടാൻ വേണ്ടി തീർച്ചയായും നാളെ നിങ്ങൾ വെട്ടിക്കൂട്ട് പോകാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുക. തീർച്ചയായും നാളെ മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത്. കഴിക്കാതിരുന്നാൽ മാത്രമേ നാളത്തെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ രാജാവിനെ പോലെ തിളങ്ങുന്ന ദിവസമായിരിക്കും. ഈ നാളുകാർക്കെല്ലാം ഐശ്വര്യമാണ്. 27 നാളിൽ 15 നാളിന് ഐശ്വര്യവും ബാക്കി 12 നാളിൽ 50% സാധ്യതയുമുണ്ട്. തീർച്ചയായും എല്ലാവരും പോയി അർച്ചനയും പാലും നെയ്യും കൊടുക്കണം. പ്രത്യേകിച്ച് ചില ക്ഷേത്രങ്ങളിൽ നെയ്യ് എടുക്കാറുണ്ട്. ആ നെയ്യ് എടുക്കാത്ത ക്ഷേത്രങ്ങളിൽ പാല്, മഞ്ഞപ്പൊടി, കരിക്ക് ഇതൊക്കെ കൊടുക്കാം നമുക്ക്. തീർച്ചയായും പ്രധാനമായും പാലും മഞ്ഞപ്പൊടിയും മറക്കരുത്. എല്ലാവരും ചെയ്യൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും നാളെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓം ലക്ഷ്മി നാരായണ.